ദിവസമായി നാം വാഴ്ത്തുന്നു. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യമായിരുന്നു. ആഴത്തിന്മേൽ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതും സുപരിചിതമായ ഒരു നല്ല തിരുവഴുത്താണ് നമ്മൾ വായിച്ചത്. എല്ലാവർക്കും അറിയാവുന്ന വചനം. നമ്മൾ ചിന്തിക്കുന്ന വചനം തുടർന്ന് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ചില ഭാഷാന്തരങ്ങളിൽ ഭൂമി ഭൂരഹിതമായും അല്ലെങ്കിൽ ശൂന്യമായും ഇരുന്നതാണ്. രണ്ടും ഒന്ന് തന്നെ അല്ലേറിയ. ഇപ്പൊ 7 ഭൂഖണ്ഡങ്ങളെ നിർമ്മിച്ച് 7 ഭൂഖണ്ഡങ്ങളിലെ 7 സമുദ്രങ്ങളിലുടയത് ലോകരക്ഷിതാവ്, ലോകരാജാവ്, സകലത്തിനും അധിപതി, സകലത്തിന്റെ സൃഷ്ടാവ്, സകലത്തിന് ഉടയവനായിരിക്കുന്ന ദൈവം. ഒരുപടി പറയട്ടെ, ലോകത്തിലൊറ്റ രാജാവേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യർക്ക് ഒറ്റ രാജാവേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ ഭവനത്തിനൊറ്റ രാജാവേ ഉള്ളൂ, അത് യേശു കർത്താവാണ്. നിങ്ങൾ ആരുമായിരിക്കട്ടെ, സകല ഭൂമിക്കും ഒറ്റ രാജാവ്, അത് യേശു കർത്താവ്. അപ്പൊ സകല ഭൂമിയുടെയും ഉടയവനും സൃഷ്ടാവുമായിരിക്കുന്ന ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ച് ഈ ഭൂമി അല്ലുരിയ പാഴും ശൂന്യവുമായിരുന്നെങ്കിൽ പ്രവേശനോ നമ്മളും ആ ഒരു അനുഭവത്തോടെ കടന്നു പോകേണ്ടി വരും. പ്രാരംഭത്തിൽ ഞാൻ ചില ദൂതുകൾ പറയട്ടെ. ഭൂമി പാഴും ശൂന്യമായി ഇരുന്നത് പോലെ തന്നെ നമ്മളും ചില പാഴും ശൂന്യമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. പ്രവേശനോ ലോകത്തിൽ 2 തരം മനുഷ്യരാണുള്ളത്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞാൽ ലോക മനുഷ്യർ, ലോകത്തിൽ ജഡത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നത്, മനുഷ്യാത്മാവിൽ ജീവിക്കുന്ന ഒന്നാമത്തെ. രണ്ടാമത്തെ ആളുകൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ വീണ്ടെടുപ്പ് പ്രാപിച്ച് രക്ഷ പ്രാപിച്ച് പാപത്തിന് പരിഹാരം വരുത്തി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പരിശുദ്ധാത്മാവുള്ള കൂട്ടരെ. 2 കൂട്ടരാണ്. ഒന്ന് മനുഷ്യാത്മാവിൽ ജീവിക്കുന്നവരും 2 പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നവരും. എന്നാൽ ലോക മനുഷ്യനായിരിക്കുന്ന മനുഷ്യാത്മാവിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ പാഴും ശൂന്യമായ അഥവാ ഭൂരഹിതമായ ശൂന്യമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അവർ നിലവിളി ഉയർത്തും. അവർ നിലവിളിക്കാൻ തുടങ്ങും, പിറുപിറുക്കാൻ തുടങ്ങും. അവർക്കത് താങ്ങുവാൻ കഴിയാതെ പലപ്പോഴും അവർ ആത്മഹത്യയിലേക്ക് ചെല്ലും. അങ്ങനെ പലരും ആത്മഹത്യ ചെയ്യുന്നു. അപ്പം പാഴും ശൂന്യമായ അനുഭവത്തിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവന്റെ ജീവിതം തന്നെ തകർന്നു പോകുന്നു. ലോക മനുഷ്യർക്ക് പ്രത്യാശയില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവത്തിന്റെ മക്കൾ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട മനുഷ്യരെന്താണ് ചെയ്യുന്നത്? ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു പറഞ്ഞ പോലെ ദൈവമക്കളുടെ ജീവിതത്തിൽ പാഴും ശൂന്യമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ അവർ ലോക മനുഷ്യൻ ചെയ്യുന്നത് പോലെ ആത്മഹത്യ തിരഞ്ഞെടുക്കാതെ ആ പാഴും ശൂന്യമായിരിക്കുന്ന അനുഭവത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട് അവർ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. അല്ലേലൂയ. അവിടെയാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം പാഴും ശൂന്യമായ അനുഭവത്തിന് മറുപടിയുണ്ട്, പ്രതിഫലമുണ്ട്. ലോക മനുഷ്യർ തങ്ങളുടെ ജീവിതത്തെ ഒടുക്കി കളയും. നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്ന സഹോദരനെ? പാഴിൽ ശൂന്യമായ അനുഭവം കടന്നു വരുമ്പോൾ നീ ഒരു ലോക മനുഷ്യനെ പോലെ നിന്റെ ജീവിതം ഒടുക്കിക്കളയുന്ന അനുഭവത്തിലാണോ, സാത്താന്റെ നിയന്ത്രണത്തിലാണോ? അതോ പാഴിൽ ശൂന്യമായ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവാത്മാവിൽ നീ ജീവിക്കുന്നവനാണോ ഇല്ലയോ എന്ന് നീ തന്നെ തിരിച്ചറിയണം. എന്നെ സംബന്ധിച്ചിടത്തോളം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ പാഴും ശൂന്യമായ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ അതിനു മുമ്പിൽ തളരാതെ നിൽക്കുന്നതിന്റെ കാരണം ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവ് ആ വിഷയത്തിന്മേൽ ഹല്ലേലൂയ സ്തോത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ പ്രത്യാശ ജീവിക്കും. രക്തം ചെയ്യും. പ്രത്യാശയില്ലാത്ത സഹോദര സഹോദരി, നിന്റെ ജീവിതത്തെ നീ വെറുതെ ഒടുക്കിക്കളയാതെ, നിന്റെ ജീവിതത്തെ നീ നശിപ്പിച്ചു കളയാതെ, നിനക്ക് വന്ന പാഴിൽ ശൂന്യ അവസ്ഥയെ കണ്ട് നീ നിലവിളി ഉയർത്താതെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കുമ്പോൾ നിന്റെ വിഷയത്തിന്റെ നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതാണ് ഈ ലോകത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്.
ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങൾ അല്ലരിയാണ്. ഒന്ന്, ശൂന്യവും ഇരുളും നീക്കിക്കളഞ്ഞ് പൂർണ്ണതയും വെളിച്ചവും കൊണ്ടുവരുവാൻ ഇന്നും കർത്താവ് നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പാഴും ശൂന്യമായ അനുഭവത്തെ നീക്കിക്കളഞ്ഞ് സ്തോത്രം വെളിച്ചം കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സമയം പക്ഷപാതം ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ പാഴും ശൂന്യ അവസ്ഥയെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ അതിനുവേണ്ടി നിങ്ങളുടെ മേൽ അയക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം സ്തോത്രം. അപ്പം ദൈവത്തിന് ജീവൻ വരുത്തി പൂർണ്ണതയെ കൊണ്ടുവരുവാനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പാഴും ശൂന്യ അവസ്ഥയെ നീക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ പൂർണ്ണതയെ കൊണ്ടുവരുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം നീ മനസ്സിലാക്കണം. ഹല്ലേലൂയ, രക്തം ചെയ്യാം. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. യേശു തന്നെ പറഞ്ഞു, ഞാൻ പോയ ശേഷം കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ഹല്ലേലൂയ. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് നമ്മെ നടത്തും. പരിശുദ്ധാത്മാവ് ആലോചന നൽകും. പാഴും ശൂന്യമായ അനുഭവത്തിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും നീ അവിടെ തളർന്നു പോകണ്ട. ഞാൻ എൻ്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കാൻ ആഗ്രഹിക്കുന്നു. യേശു വീണ്ടും ജനത്തോട് പറയുകയാണ്. യോവേലിന്റെ പുസ്തകം 2:28 അപ്പോസ്തല പ്രവൃത്തി 2:18 വരുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, അന്ത്യകാലത്ത് സകല ജനത്തിന്മേൽ ആത്മാവിനെ പകരും. എന്തിനാണ് അന്ത്യകാലത്ത് സകല ജനത്തിന്മേൽ ആത്മാവിനെ പകരുന്നത്? ഈ ലോക ജീവിതം എന്ന് പറയുന്നത് പാഴും ശൂന്യവും നിറഞ്ഞ അനുഭവമാണ്. അതിന് തടയിൽ നീ തകർന്നു പോകാതെ, നീ തളർന്നു പോകാതെ, നീ ആത്മഹത്യ ചെയ്യാതെ, നീ പതറിപ്പോകാതെ, നീ നിരാശപ്പെട്ടു പോകാതെ, നീ ഒരു മാനസികരോഗിയായി മാറാതെ, നീ ഒരു ഭ്രാന്തനെ പോലെ അലറി വിളിച്ച് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകരുന്നത്. രക്തം ചെയ്യും. അപ്പൊ നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയുള്ളൂ. നിങ്ങളുടെ ബന്ധുക്കൾക്കോ, നിങ്ങളുടെ സഹോദരങ്ങൾക്കോ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കോ, വിദേശത്തുള്ളവർക്കോ, നിങ്ങളുടെ പാർട്ടിക്കാർക്കോ, മതങ്ങൾക്കോ, മത നേതാവിനോ, നിങ്ങളുടെ സമുദായത്തിനൊക്കെ സഹായിക്കുന്നതിന് പരിധികളുണ്ട്. പരിധി കഴിയുമ്പോൾ അവർക്ക് കൈമലത്തും. ഹല്ലേലൂയ. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു കഴിഞ്ഞാൽ പരിമിതികളില്ലാതെ സഹായിക്കുന്ന ഒരു ദൈവം, നിന്നെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നവൻ. എന്റെ ജീവിതത്തിൽ ഏത് മേഖലയാണ് പാഴും ശൂന്യമായി ഇരിക്കുന്ന അവസ്ഥയെ നീക്കിക്കളയുവാൻ ശക്തനായൊരു ദൈവമുണ്ട്. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനത്തോട് പറയുന്നത്, എന്റെ ജീവിതത്തിന്റെ പാഴും ശൂന്യമായ അനുഭവത്തെ മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. രക്തം ചെയ്യും. നീ തളരുവാനല്ല, നീ തകരുവാനല്ല, നീ ഉടഞ്ഞു പോകുവാനല്ല, നീ ഉടഞ്ഞൊരു പാത്രം പോലെ ആയിരിക്കാനല്ല ദൈവം നിന്നെ കൂടെ ആഗ്രഹിക്കുന്നത്. നിന്റെ ഉള്ളിൽ ജീവൻ പകർന്നു തന്ന പാഴുശൂന്യ അനുഭവത്തെ മാറ്റിയിട്ട് നിന്നെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് പലരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, ഈ വചനം കേൾക്കുന്നവർ പറയുന്ന ദൂത്, നിന്റെ ജീവിതത്തിലെ വലിയ പാഴുശൂന്യമായ അനുഭവത്തെ ദൈവം നീക്കുവാൻ ആഗ്രഹിക്കുക. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലം വായിക്കുമ്പോൾ പാഴും ശൂന്യമായി ഭൂമി എന്നോട് കാണുന്നുണ്ട്. ഭൂമി പാഴായി ശൂന്യമായി ഇരുന്നു എന്നല്ല അല്ലെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഭൂമി പാഴ്ശൂന്യമായി തീർന്നു എന്നാ അല്ലയ. ഭൂമി പാഴ്ശൂന്യമായി ഇരുന്നു എന്നല്ല, നേരത്തെ അങ്ങനല്ല, ഇത് പാഴ്ശൂന്യല്ല. അപ്പൊ പാഴും ശൂന്യമായി തീർന്നതാ അല്ലേ. സ്തോത്രം 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 എന്നാണ് എന്ത് ഹയാഹ എന്ന പദത്തിന്റെ ആശയം അതാണ് എന്നും പല വേദ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഭൂമി പാഴായി ശൂന്യമായി ഇരുന്നു എന്ന പ്രയോഗം തന്നെയാണ് ശരിയെന്നും ഭൂമിയെ ദൈവം ആദ്യം സൃഷ്ടിച്ച ശേഷം അത് ഒന്നുമില്ലാതെ കിടന്നു എന്നും പിന്നീട് അല്ലെങ്കിൽ കാണുന്ന 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്നുമാണ് പറയുന്നത്. അപ്പം രണ്ടഭിപ്രായമാണ്. പാഴ്ശൂന്യമായി ഇരുന്നു എന്നല്ല, പാഴ്ശൂന്യമായി തീർന്നു എന്നും. എന്നാൽ മറ്റൊരു അഭിപ്രായം പറഞ്ഞത് പാഴ്ശൂന്യമായ ഭൂമിയെ ദൈവം 6 ദിവസം കൊണ്ട് എല്ലാം സൃഷ്ടിച്ചു എന്നുള്ളതും 2 ചിന്തകളോടെ ഉണ്ട്. അപ്പൊ ഏത് ചിന്തയായിരുന്നാലും അല്ലെങ്കിൽ ഏതർത്ഥത്തിൽ കൂടെ ഏത് വ്യാഖ്യാനത്തിലൂടെ വന്ന് പഠിച്ചാലും പാഴും ശൂന്യമായിരുന്ന ഈ ഭൂമിയെ ദൈവം പുനരാവർത്തനം ചെയ്തുവെങ്കിൽ
Praise the Lord. ആ സ്ഥിതികൾക്കെല്ലാം മാറ്റം നൽകിയെങ്കിൽ അല്ലയ്യ പാഴിൽ ശൂന്യമായ അനുഭവത്തെ നീക്കി ഭൂമിക്ക് വേണ്ടുന്നതെല്ലാം ദൈവം തന്നെങ്കിൽ അല്ലയ്യ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി നിന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവത്തെയും ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുക. സ്ഥിതികളെല്ലാം ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നീ കടന്നു പോകുന്ന കണനീരിന്റെ അനുഭവം ഉണ്ടല്ലോ, ഹല്ലേലൂയ, അതിനെ നീക്കിയിട്ട് ദൈവം ഒരു പൂർണ്ണതയെ തരുവാൻ ആഗ്രഹിക്കുക. വിശ്വസിച്ച് നിങ്ങൾ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഓരോ ദിനങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിന്നെ തകർക്കുവാൻ ശത്രു പലവിധമായി പദ്ധതിയുമായി കടന്നു വരുമ്പോൾ നിന്നെ വളർത്തുവാൻ നിന്നെ വളരുമാറാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ മേലാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നിങ്ങളൊരു വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, ഒരു പയറിന്റെ വിത്തോ ഒരു ഓതപ്പണിയുടെ വിത്തോ ഒക്കെ നിങ്ങൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ, അല്ല ഏതെങ്കിലും വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ വിത്തിന് വളർച്ച വരാൻ വേണ്ടി, ആ വിത്ത് മുളച്ചു പൊട്ടാൻ വേണ്ടി നിങ്ങൾ അതിനെ ദിനത്തോറും നോക്കുകയും പരിപാലിക്കുകയും വെള്ളമൊഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പോലെ, അങ്ങനെ വെള്ളമൊഴിച്ചു കൊടുത്ത് നിങ്ങൾ നിരന്തരം പരിപാലിച്ച് ആ വിത്ത് മുളച്ച് ഒരു ചെറിയ കുഞ്ഞ് തൈയായി അത് വളരുന്ന ചെടിയായി അത് മരമായി മാറുന്നത് പോലെ നിന്റെ ജീവിതത്തിനകത്ത് ദൈവവചനമാകുന്ന വിത്ത് വീണ് കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ ചെറിയ അനുഭവങ്ങളെല്ലാം മാറ്റിയിട്ട് ആ വിത്ത് നിന്റെ ഉള്ളിൽ വളർന്ന് നിന്റെ ഉള്ളിലെ പാഴുശൂന്യമായ അനുഭവത്തെ മാറ്റിയിട്ട്, നിങ്ങളുടെ ഉള്ളിലെ പാഴുശൂന്യമായ അനുഭവത്തെ മാറ്റിയിട്ട് നിങ്ങൾ 30, 60, 100 വേണ്ടി ഫലം കൊടുക്കുന്ന വലിയ വൻമരങ്ങളായി മാറും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളൊരു അല്ലെങ്കിൽ ഫലം കൊടുക്കാത്ത ഒരു വൃക്ഷമായിരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഫലം കൊടുക്കുന്ന വൻമരമാകാനാണോ ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങൾ ഫലം കൊടുക്കാത്ത അത്തിയെ പോലെ ജീവിക്കാതെ ഫലം കൊടുക്കുന്ന വൻമരങ്ങളെ പോലെ നിങ്ങൾ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുക. നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി അതാണ്. രക്തനിശ്ചയം. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. ലോകം നിന്നെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നു. പിശാച് നിന്നെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നു. രക്തനിശ്ചയം. ഇവിടെ ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാം അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇന്നും അനേകരുടെ ഭവനം പാഴ്ശൂന്യമായിരിക്കുന്നതിനാൽ, ഹല്ലേലൂയ, അനേകരുടെ ഭവനം പാഴ്ശൂന്യമായിട്ടാണ്. സമാധാനം എന്തെന്നറിയത്തില്ല, സന്തോഷം എന്തെന്നറിയത്തില്ല, ആശ്വാസം എന്തെന്നറിയത്തില്ല, പ്രത്യാശ എന്തെന്നറിയത്തില്ല, സ്നേഹം എന്തെന്നറിയത്തില്ല. അത്രമാത്രം പാഴ്ശൂന്യമായി വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആദ്യ രാത്രി തന്നെ ജീവിതത്തിൽ പാഴും ശൂന്യമായ അനുഭവം. ഒറ്റ രാത്രി പോലും ഭാര്യ ഭർത്തൃ ജീവിതം ചെയ്യുവാൻ കഴിയാത്ത സ്വന്തം ഭർത്തൃ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൂടിയ സഹോദരിമാർ, അല്ലേ? വിവാഹ പന്തൽ വെച്ച് വിവാഹത്തിന്റെ ആദ്യ രാത്രി തന്നെ ഭാര്യയെ ഉപേക്ഷിച്ച് കളഞ്ഞ സഹോദരന്മാർ നമ്മൾ കേട്ടിട്ടില്ലേ പല വാർത്തകളും. ജീവിതം മുന്നോട്ടുള്ള ഒരു മാസങ്ങൾ തികയുന്നതിന് മുമ്പേ തകർന്ന കുടുംബങ്ങൾ, 1, 2 കുട്ടികളായി കഴിഞ്ഞപ്പോൾ തകർന്ന കുടുംബങ്ങൾ പാഴും ശൂന്യമായി പോയി. പല കുടുംബങ്ങളും പാഴും ശൂന്യമായി പോയി. ഇന്നത്തെ കാലഘട്ടത്തില് ഈ യുവാക്കന്മാരോട് പ്രത്യേകം പറയട്ടെ, നിങ്ങൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടാകും, ഫ്രണ്ട്സ്. നിങ്ങളുടെ സ്കൂൾ ജീവിതം ആരംഭിച്ച് നിങ്ങൾ ഹൈസ്കൂൾ തലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല വിവരവും അറിവും ജ്ഞാനവും ഒക്കെ വന്നു കഴിയുമ്പോൾ, ജീവിതം നിങ്ങൾ പഠിക്കുമ്പോൾ അനവധി ആൺ സുഹൃത്തുക്കളെ പെൺ സുഹൃത്തുക്കളെ നിങ്ങൾ ജീവിതത്തെ കൂട്ടി നിങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് തുടരും. അത് കാലങ്ങൾ നീണ്ടു നിൽക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ വളർന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ എത്തിക്കഴിഞ്ഞ് നിങ്ങളുടെ മാതാപിതാക്കൾ വിവാഹം കഴിച്ച് നിങ്ങളെ അയച്ചു കഴിയുമ്പോൾ ഈ ആൺ സുഹൃത്തുക്കളും പെൺസുഹൃത്തും രാത്രികാലം ചാറ്റിങ് തുടങ്ങും, പകലുമൊക്കെ. അത് നിന്റെ ജീവിതത്തിലേക്ക് തക്ക തുണയായിട്ട് കടന്നു വരുന്ന ആ സഹോദരൻ കാണുമ്പോൾ, സഹോദരി കാണുമ്പോൾ അവരുടെ ഉള്ളിൽ വളരെ സംശയങ്ങൾ ജനിപ്പിക്കും. ആ സംശയം പിന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ കുടുംബജീവിതം പാഴ്ശൂന്യമാക്കി കളയും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു വേണം മറ്റുള്ളവരോട് ഇടപെടുവാൻ. നിന്റെ ജീവിതത്തെ പാഴ്ശൂന്യമാക്കി കളയുന്ന അനുഭവം നീ തന്നെയാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് കടന്നില്ലെന്ന് വീട്ടിൽ അമ്മായിയമ്മ പോരാണ്, ഭർത്തൃപിതാവിന്റെ പോരാണ്, അമ്മായിയപ്പന്റെ പോരാണ്, നാത്തുവിന്റെ പോരാണെന്നൊക്കെ പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ നിന്ന് ഉടക്കിയത് അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ട്. പക്ഷേ പാഴ്ശൂന്യമായി തീരാതിരിപ്പം നിന്റെ കുടുംബ ജീവിതത്തെ പണിയേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ.
രാപകലില്ലാതെ പണിയെടുത്ത് പാടത്തും പറമ്പിലും കല്ലിനോടും മണിനോടും അല്ലുടിയ തടിയോടും ഒക്കെ പടം വെട്ടി വിവിധ തലങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്ത് ഖനികളിലും കമ്പനികളിലും ഒക്കെ ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്ത് അല്ലുടിയ ആമേന കടലോരങ്ങളിൽ ആഴക്കടലിൽ പോയി മത്സ്യബന്ധനത്തിന് പോയി മീൻ പിടിച്ച് കൊണ്ടുവരുന്ന കത്താൽ പകൽ മുഴുവൻ വെയിലും മഴയും കൊണ്ട് ചോര വിയർപ്പാക്കി എടുക്കുന്ന പണം കൊണ്ട് നീ ഭവനത്തിലേക്ക് വരുമ്പോൾ നിന്നെ വഴിയിൽ കാത്തിരിക്കുന്ന സാത്താന്റെ കൂട്ടമുണ്ട്, നിന്നെ വഴിയിൽ തടയുന്ന പിശാചുക്കളുടെ കൂട്ടമുണ്ട്. അതാണ് ബീവറേജ്, അതാണ് കള്ളുഷാപ്പ്, അതാണ് ബാറ്, ചൂതാട്ട കേന്ദ്രങ്ങൾ, അശ്ലീലമായ ജീവിത സാഹചര്യങ്ങളുടെ നിന്നെ മയക്കുന്ന അനവധി കേന്ദ്രങ്ങളുണ്ട്. അവിടേക്ക് നിന്റെ ചോര വിയർപ്പാക്കി കൊണ്ടുവന്ന പണമുണ്ടല്ലോ നീ കൊടുത്ത് നീ അവിടെ കയറി നിന്റെ ശരീരത്തിന്റെ ജീവിതത്തിന്റെ ജഡത്തെ നീ സന്തോഷിപ്പിച്ചാൽ നിന്റെ ജീവിതം പാഴുശൂന്യ. അന്ന് നീ ചോര വിയർപ്പാക്കിയ പൈസ മുഴുവൻ നഷ്ടപ്പെടും. പിന്നെ നീ പാഴുശൂന്യമായി മാറി. അല്ലേ സഹോദര? അങ്ങനെയല്ലേ സഹോദര നിന്റെ ജീവിതം? പിന്നെ നീ പാഴുശൂന്യമായിട്ട് നീ തെരുവോരത്ത് എത്രയോ പ്രാവശ്യം കിടന്നുണ്ട്, ഓടക്കുഴിയിൽ എത്ര പ്രാവശ്യം കിടന്നുണ്ട്, ബീവറേജിന്റെ മുമ്പിൽ എത്രയോ പ്രാവശ്യം നീ കിടന്നുണ്ടോ? നിങ്ങൾ ഇവിടെ ഒരു ബീവറേജ് ഉണ്ട്, എന്തിനേയും പറഞ്ഞു നിങ്ങൾ അതിന്റെ കൊണ്ട് പോവാ. കള്ളു കുടിച്ച് മൂത്തിട്ട് പാഴുശൂന്യമായി എല്ലാം നഷ്ടപ്പെട്ട് പോക്കറ്റ് ഒന്നുമില്ലാതെ വായി നോക്കി നിൽക്കുന്ന അനേകമതി ആളുകൾ മറ്റുള്ള ചൂണ്ടിൽ നിന്ന് വീഴുന്നത് നക്കുന്നത് പോലെ നിൽക്കുന്ന അനുഭവങ്ങൾ പാഴുശൂന്യമായി. ഞാനൊക്കെ അങ്ങനെയൊക്കെ ജീവിച്ചു വന്ന ആളാണ്. എൻ്റെ ചെറുപ്പത്തിൽ 25 വർഷം മദ്യപാനത്തിന് വേണ്ടി ജീവിതം തകർത്ത് കളഞ്ഞത്. അധ്വാനിക്കുന്ന പണം മുഴുവൻ നഷ്ടപ്പെടുക, എല്ലാം കള്ളുഷാപ്പിനും ബീവറേജിനും കൊണ്ട് കൊടുക്കുക, ബാറിനും കൊണ്ട് കൊടുക്കുക, എന്നിട്ട് ചോര വിയർപ്പാക്കി അധ്വാനിച്ച് ഞാൻ ലോഡിങ് തന്നെയായിരുന്നു. ലോഡിങ് ചെയ്ത് തടിയോട് രാപകലില്ലാതെ തടിയോട് മല്ലടിച്ചുണ്ടാക്കുന്ന ഭാരം വീട് തടി ചുമന്നത് അല്ലേരിയ അതെല്ലാം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ് പിന്നെ പാഴിശൂന്യമായ അനുഭവത്തിലേക്ക് വീട്ടിൽ വന്നു കഴിയുമ്പോൾ വീട്ടുകാരോട് നേരെ പോരും. അല്ലേരിയ തകർന്നവനൊക്കെയാണ് ഞാൻ. അല്ലേരിയ അതിന് ദൈവം എനിക്കൊരു അവസരം തന്നത് ജീവിക്കാൻ. അതെ, നിന്റെ ജീവിതത്തിന്റെ കുടുംബത്തിലെ പാഴ്ശൂന്യമായ അനുഭവങ്ങൾ അത് നീ പുറത്തു വരണം. അല്ലേരി ലഭിക്കുന്ന പൈസ കൊണ്ട് ചീട്ട് കളിക്കാൻ നീ പോകരുത്. ലഭിക്കുന്ന പൈസ കൊണ്ട് നീ അലിയ മറ്റ് സ്ഥലങ്ങളിലേക്കൊന്നും നീ പോകരുത്. മറ്റു സ്ഥലങ്ങൾ നിനക്കറിയാമല്ലോ എന്തൊക്കെയാണെന്ന്. അല്ലേരിയ അതെ, നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. അനുഭവത്തിൽ കുടുംബങ്ങൾക്കകം കുടുംബങ്ങൾ പാഴ്ശൂന്യമായ അനുഭവത്തിൽ ആ പാഴ്ശൂന്യ അനുഭവത്തിൽ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ജഡത്തിന്റെ ആത്മാവിൽ മനുഷ്യാത്മാവിൽ നീ ജീവിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ചേർക്കണം. അല്ലേലിയ പരിശുദ്ധാത്മാവിനെ നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ നേരായ പാതയിലൂടെ നടത്തും. സത്യത്തിന്റെ പാതയിലൂടെ പരിശുദ്ധാത്മാവിനെ നടത്തുമ്പോൾ ഇന്നലകളിൽ നീ പാഴ്ശൂന്യമായ അവസ്ഥകൾ മാറി നിന്റെ ജീവിതത്തിനകത്ത് സമാധാനം ലഭിക്കും. നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നും. അല്ലേലിയ അങ്ങനെ ജീവിക്കുന്ന നിന്റെ കുടുംബത്തിന് നിന്റെ ഭാര്യ ഫലപ്രദമായി മുന്തിരിവളി, നിന്റെ മക്കൾ നിന്റെ മേശലിട്ട് ഒലിവതകൾ പോലെയെന്ന് 128 സങ്കീർത്തനം പറയുന്നത് പോലെ ആ ഒരു അനുഭവത്തിലേക്ക് നിന്റെ കുടുംബം കടന്നു വരണം. രക്തം ചെയ്യണം. യേശു ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി, നിന്റെ മക്കൾ നിന്റെ മേശലിട്ട് ഒലിവതയെ പോലെ. അത് സമാധാനമുള്ള കുടുംബമാണ്. പാഴ്ശൂന്യം എന്നുള്ള അനുഭവം അല്ല അവിടെ പൂർണ്ണതയെ കാണിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട് അവിടെ. അതെ, നിന്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നഷ്ടപ്പെട്ടതാണ് സഹോദര സഹോദരി നിന്റെ ജീവിതത്തിന്റെ തകർച്ച. അഥവാ നീ പരിശുദ്ധാത്മാവിനെ അറിയാതെ പോയതും ഇന്ന് നീ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടും പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലും ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും നിന്റെ കുടുംബത്തിലുള്ളവരും വസിപ്പാൻ നീ ഇടം കൊടുക്കാതെ ലോകത്തിന്റെ പേക്കൂത്തുകളിൽ നീ ജീവിക്കുന്നത് കൊണ്ടാണ് നീ തകർന്നുകൊണ്ടിരിക്കുന്നത്. പ്രൈസലോ മാറ്റം വരണം. പ്രൈസലോ മാറ്റം വേണം. എന്താ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്, എന്തിനാണ് എനിക്കിവിടെ ജീവിതം തന്നെയിരിക്കും, മടുത്തു മതി, നശിച്ച ജീവിതം, മുടിഞ്ഞ ജീവിതം, ഇതെല്ലാം എൻ്റെ തലവിധിയാണ്, ഞാനിതെല്ലാം സഹിക്കുക, എന്ത് കഷ്ടതയാണ്, മറ്റാർക്കും ഇല്ലാത്തത് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് വിതുമ്പുന്ന സഹോദര സഹോദരി, അതെല്ലാം നീ വരുത്തി വെക്കുന്നതാ. നീ സ്വന്തം നിന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുക. നിന്റെ ജീവിതത്തെ തകർക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് തന്നെയാണ്. കാരണം ഈ പുതിയ നിയമസഭയ്ക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനെ സകല മനുഷ്യന്റെ പേരും അന്ത്യകാലത്ത് സകല ജഡത്തിന് പേരും എന്റെ ആത്മാവിനെ പകരുമെന്ന് യോവേൽ പ്രവാചകന്റെ പറഞ്ഞ വചനം അപ്പോസ്തലർ 2:16-18 വരുമെന്ന് കാണാൻ കഴിയും. അവിടെ പുതിയ നിയമസഭയ്ക്ക് നൽകി. പെന്തക്കോസ്താളിൽ കൂടിയിരുന്ന 120 പേര് ആത്മാവിനെ പകർന്നു. അവരെല്ലാം ആത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അല്ലേലൂയ ശിഷ്യന്മാരുടെ ജീവിതത്തിന്റെ പാഴ്ശൂന്യം
ശൂന്യമായ അനുഭവങ്ങൾ മാറി. 120 ജീവിതത്തിൽ പാഴും ശൂന്യമായ അനുഭവങ്ങൾ മാറി. അന്ന് യെരൂശലേമിൽ ഉത്സവത്തിന് വന്ന 3000 പേര് പത്രോസിന്റെ പ്രസംഗം കേട്ട് അവിടേക്ക് ഓടി വന്ന പാവങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലെ പാഴും ശൂന്യമായ അനുഭവത്തെ മാറി അവർ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഹല്ലേലൂയ. ഇത് കഴിഞ്ഞ 2025 വർഷമായിട്ട് ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്നും നീ ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നീ വെറും പൊട്ടയാണ്. നമുക്കറിയാം, ഞാൻ ക്രൈസ്തവ സമൂഹത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ POC ബൈബിളാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടത്. ഹല്ലേലൂയ. അത് എടുത്ത് വായിച്ച് പഠിച്ചതുകൊണ്ട് അത് വീട്ടിലിരുന്നത് കൊണ്ട് ഒന്നും യാതൊരു പ്രയോജനമില്ല. ഒരു ബൈബിൾ വീട്ടിൽ കൊണ്ടുവച്ച് വലിയ തട്ടൊക്കെ ഉണ്ടാക്കി കണ്ണാടി കൂടൊക്കെ ഉണ്ട് അവിടെ വെച്ച് അതിന് ചുറ്റും തിരി കത്തിച്ച്, ഇതൊരു പൂജാവസ്തുവല്ല, ഇതിനെ പൂജിക്കുവാൻ വേണ്ടിയിട്ടല്ല. ഇതിന്റെ മുമ്പിൽ തിരി കത്തിച്ച് വെച്ച് കൈ ഊപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നതല്ല ബൈബിൾ. അത് വായിച്ചു പഠിക്കണം. വായിച്ചു പഠിച്ചിട്ട് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്ന ദൂത്, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തന്ന വാക്തത്വങ്ങൾ, ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്തെന്ന് നീ മനസ്സിലാക്കി ദൈവാത്മാവിൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ വേദപുസ്തകം നിനക്ക് നൽകുന്ന സകല വാക്തത്വങ്ങൾ നിന്റെ മേൽ വരും. ജീവിതത്തിന്റെ പാഴും ശൂന്യമായ അനുഭവത്തെ ദൈവം നീക്കിക്കളയും. അതുകൊണ്ട് യേശുവിന് ഹൃദയം കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ കേട്ടിട്ട് നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പല സഭകൾക്കും പരിശുദ്ധാത്മാവ് ഇല്ലെന്നാ പറയുന്നത്. പരിശുദ്ധാത്മാവില്ല, നിന്നുപോയി അന്യഭാഷയില്ല, രോഗശാന്തിയില്ല, ഭൂതശാന്തിയില്ല, അതൊക്കെ പറയുന്ന ഒരു കൂട്ടം ഉണ്ടെന്നേ. അവരങ്ങനെയാണ്. അങ്ങനെയുള്ള സഹോദരൻ ഞങ്ങളത് അനുഭവിച്ചറിയുന്നവരാണ്. ഞങ്ങളത് അനുഭവിച്ചറിയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്താണ്, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം എന്താണ്, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഉണ്ടാകുന്നത്, പരിശുദ്ധാത്മാവ് എന്താണ്, പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഞങ്ങളെ നടത്തുന്ന, ഞങ്ങളുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, കണ്ണുനീരുകൾ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് എന്താണ് ചെയ്യുന്നത്, ഞങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണ് ഞങ്ങൾ നന്നായിട്ട് അനുഭവിച്ചറിയുന്നത് കൊണ്ട് ആത്മാവിൽ ആരാധിക്കുന്നത്, അന്യഭാഷയിൽ ആരാധിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിലെ പാഴും ശൂന്യമായ അനുഭവം വരുമ്പോൾ ഞങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങും, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. പാഴും ശൂന്യമായ അനുഭവത്തെ മാറ്റി ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങും. ചിലരൊക്കെ മാറിയത് പരിശുദ്ധമായി കുറ്റം പറയുന്ന ചില പരമ വിഡ്ഢികളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. രക്തം ചെയ്യാൻ അങ്ങനെയൊക്കെ പറയേണ്ടത് ആവശ്യമാണ്. ആമേലല്ലേ യസോർണം. പരിശുദ്ധാത്മാവിനെ നിന്ദിക്കരുത്. എഫേസ്യ ലേഖനം 4:10 പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതെ, പരിശുദ്ധാത്മാവിന് നേരെ ഒരു വാക്ക് നീ പറഞ്ഞാൽ ദൈവം നിന്നോട് ന്യായം വിധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ദൈവത്തിന് നിങ്ങളുടെ ഭവനത്തിനകത്തെ പാഴും ശൂന്യമായ അനുഭവം മാറ്റണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. അതുകൊണ്ടാണ് ആദിയിൽ വളരെ ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതെ, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന പോലെ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിനകത്തെ പാഴും ശൂന്യം അനുഭവത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കുന്നെങ്കിൽ, വെള്ളത്തിന്മേൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് നിന്റെ ശൂന്യമായ പാഴായ അനുഭവത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി അവസരം കൊടുത്താൽ നിന്റെ ജീവിതത്തിൽ സമാധാന സന്തോഷം തേടിയെത്തും. ഹല്ലേലൂയ. നിന്നെ നിന്നെ തഴഞ്ഞു വരും, നിന്നെ ഉപേക്ഷിച്ച്, നിന്നെ മാറ്റി നിർത്തി, നിന്നെ തള്ളിക്കളഞ്ഞു വരും, നിന്നെ മറന്നു പോയവരെല്ലാം. ഹല്ലേലൂയ. നിന്നെ ആട്ടി ഓടിച്ചവർ, നിന്നെ പടിയിറക്കി പിണ്ടം വെച്ച് നിന്നെ എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞവരൊക്കെ നിന്റെ അരികിലേക്ക് വരുമെന്ന്. അങ്ങനെ വന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ചിലരെയൊക്കെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട്, പരിശുദ്ധന്മാരെ പ്രാപിച്ചുകൊണ്ട് പടിയിറക്കി പിണ്ടം വെച്ചവരെ ആട്ടി ഓടിച്ചു നന്മയൊന്നും കൊടുത്തില്ല. ചില കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ മഹാവ്യാധികൾ, ന്യായവിധികൾ ആ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആട്ടി ഓടിച്ച മക്കളിരിക്കില്ല, ആട്ടി ഓടിച്ച വ്യക്തികളരികിലേക്ക് ഇങ്ങനെയുള്ളവർ ചെന്നിട്ടുണ്ട് കേട്ടോ. അല്ലേ, പിന്നത്തേതിൽ അവരും ഈ പരിശുദ്ധന്മാരെ പ്രാപിച്ചവരുടെ ജീവിതത്തിലെ പാഴും ശൂന്യമായ അനുഭവം മാറി അവർ സന്തോഷിക്കാൻ തുടങ്ങി. അതേ, പാഴും ശൂന്യമായ അനുഭവത്തിന്റെ നടുവിൽ നിനക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. നിന്റെ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിൽ, നിന്റെ കുടുംബത്തെ കഷ്ടതയിൽ, നിന്റെ ജീവിതത്തിന്റെ കഷ്ടതയിൽ, നിന്റെ ജീവിതത്തിന്റെ മഹാവ്യാധിയില്, നിന്റെ ജീവിതത്തിന്റെ ദുരിത വേളകളിൽ നിനക്ക് സന്തോഷിക്കാൻ കഴിയില്ല. ചില മനുഷ്യനാ ജീവിക്കുന്ന എന്നെ കേൾക്കുന്ന സ്വാഭാവി, നീ പരിശുദ്ധാത്മാവിനാണ് ജീവിക്കുന്നെങ്കിൽ ആഴത്തിന്മേൽ ഇരുളുണ്ടായി വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നീ തളരുകയില്ല, നീ വളരുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഞാൻ ഈ ദൈവത്തിന് വചനം പ്രസംഗിക്കുമ്പോൾ ഇന്ന് കേരളത്തിലുള്ള 3.25 കോടി ജനങ്ങൾ, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 145 കോടിയിലധികം ജനങ്ങളും തലമുറകൾ എണ്ണത്തിൽപ്പെടാം, ലോക 700 കോടിയിലധികം ജനങ്ങളും തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർ, ഇവരെല്ലാം മനുഷ്യാത്മാവ് ജീവിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്.
മനുഷ്യാത്മാവിൽ ജീവിക്കുന്നവന്റെ ഉള്ളിൽ അക്രമങ്ങൾ ഉണ്ടാകും, വൈരാഗ്യങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതികാരങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ ചെറിയ കൂട്ടത്തെ ദൈവം വിളിച്ചു വേർതിരിച്ച് അവരുടെ പാഴിൽ ശൂന്യമായ അനുഭവത്തെ നീക്കി അവർക്ക് ആത്മാവിൽ സന്തോഷിക്കാൻ വേണ്ടി ദൈവം അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു. അവരാത്മാവിൽ സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന, നൃത്തം ചെയ്യുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്നു. സ്വർഗത്തിലെ ദൈവത്തിൽ ലോകരക്ഷിതാവിന്, ലോകരാജാവായ യേശു ക്രിസ്തുവിന് അവർ സന്തോഷം കൊടുക്കുന്നു. അവർ യേശുവിന്റെ സന്തോഷം അവർ പ്രാപിക്കുന്നു. അല്ലേ, ലോകത്തിൽ ഒരുപാട് രാജാവ് ഒന്നുമില്ല കേട്ടോ. അല്ലേ, ലോകത്തിൽ ഒറ്റ രാജാവ് യേശു കർത്താവ് മാത്രം. പ്രവേശനം. അല്ലേ, ഓരോ രാജ്യത്തിനും രാജാക്കന്മാരുണ്ട്, ഓരോ രാജ്യത്തിന്റെ രാജാക്കന്മാർ, ഓരോ രാജ്യത്തിന്റെ അധിപതിമാരും സ്ഥാനാധിപതികളും ഒക്കെ ഞങ്ങളാണ് വീമ്പിളക്കുന്ന അനവധി മനുഷ്യാത്മാക്കൾ ഈ ഭൂമിയിൽ ജനമനുഷ്യ ജീവിക്കുന്ന മനുഷ്യാത്മാവ് ജീവിക്കുന്നവരെ ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയുന്നു ലോകരക്ഷിതാവ്, ലോകരാജാവ് യേശു ക്രിസ്തു മാത്രം. അതിനപ്പുറത്ത് ഒരു രാജാവില്ല. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, ആ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഇവിടെ നമ്മൾ 104 സങ്കീർത്തനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. 104 സങ്കീർത്തനം അതിന്റെ 30 വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. 104 സങ്കീർത്തനം 30 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വായിക്കാം. വലിയ സ്തോത്രം. ആമീൻ. അല്ലെ, സ്തോത്രം. നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. ഹല്ലേലൂയ. അപ്പം പാഴ് ശൂന്യമായ അനുഭവത്തിൽ ആമീൻ ദൈവത്തിന്റെ ശ്വാസം വന്നു കഴിയുമ്പോൾ അവയെല്ലാം പുതിയതായി സൃഷ്ടിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ കടലിലെ മഹാത്മ്യത്തെ കുറിച്ച് നമ്മുടെ കർത്താവ് വർണ്ണിച്ചു വരുന്ന ഭാഗങ്ങളാണ്, സംഗീതക്കാരൻ വർണ്ണിച്ചു വരുന്ന ഭാഗങ്ങളാണ് വായിച്ചത്. 104 സങ്കീർത്തനത്തിൽ 24-30 വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയിൽ ദൈവത്തിന്റെ ജ്ഞാനത്തെ വർണ്ണിക്കുന്നതാണ്. അന്നവിടെ ദൈവിക ജ്ഞാനത്തിന്റെ പ്രദർശനങ്ങളായ മഹാസമുദ്രങ്ങളും അവയിലുള്ള ജീവികളും ആമി സങ്കീർത്തനക്കാരന് ഒരു വിസ്മയമായി മാറി. ഹല്ലേലൂയ. സമുദ്രത്തിലെ ഭീകരജീവിയായ ലിവ്യാഥാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. പലയിടത്തും മഹാനക്രമായതിനെ വിവരിക്കുന്ന യോബിന്റെ പുസ്തകം 41-1-34 വായിക്കുമ്പോൾ ഇവിടെ തിമിംഗലത്തെ ഉദ്ദേശിച്ചതൊക്കെ വിവിധ നിലകളിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആമീൻ സമുദ്രത്തിലെ എണ്ണിയാത്തീരാത്ത അസംഖ്യമായ മത്സ്യങ്ങൾ, സമുദ്രത്തിലെ അസംഖ്യമായ മത്സ്യങ്ങൾക്കെല്ലാം ശ്വാസം കൊടുക്കുന്നത് ദൈവമാണ്. സമുദ്രത്തിലെ സകല ജീവികൾക്കും ശ്വാസം കൊടുക്കുന്ന, കാട്ടിലെ മൃഗങ്ങൾക്കും നാട്ടിലെ മൃഗങ്ങൾക്കും ആകാശത്തിൽ സഞ്ചരിക്കുന്ന മാറിപ്പറക്കുന്ന സകല പക്ഷിപർവ്വജാതികൾക്കും ആമീൻ ഭൂമിയിൽ അതിന്മേലൊക്കെ വാഴുവാൻ ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്ന മനുഷ്യനും എല്ലാം ദൈവം തരുന്നത് ദൈവത്തിന്റെ ശ്വാസമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവത്തിന്റെ ജീവനാ. ഹല്ലേലൂയ. അപ്പൊ അതിനെല്ലാം ജീവൻ നൽകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് സ്തോത്രം. ആമീൻ അസംഖ്യമായ ജീവജാലങ്ങളും മനുഷ്യന്റെ അമൂല്യ സമ്പത്ത്. അതുകൊണ്ടാണ് കടലിലെ സകലതും മനുഷ്യന്റെ സമ്പത്തായിട്ട് തന്നത്. ഹല്ലേലൂയ. കടലിലെ മത്സ്യങ്ങൾക്ക് ജീവനില്ലായിരുന്നുവെങ്കിൽ, അതിന് ജീവനില്ലാത്തതായിരുന്നെങ്കിൽ അതിനെ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കത്തില്ല. കടലിൽ ചത്തുകിടക്കുന്ന മീനിനെ, അല്ലെങ്കിൽ കരയിൽ വന്ന് ചത്തുകിടക്കുന്ന മീനിനെ നമ്മളെടുത്ത് ഉപയോഗിക്കാറില്ല. കടലിൽ നിന്ന് വല പിടിച്ച് മീൻ പിടിച്ച് കൊണ്ടുവരുന്ന ആ മീനുകളെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മീനും ജീവനില്ലാത്തതാണ്. പക്ഷേ അത് വലയിൽ പിടിച്ചു കൊണ്ടുപോകുന്നതായതുകൊണ്ട്, ബോട്ടിലെ അല്ലെങ്കിൽ വള്ളത്തിൽ കൊണ്ടുപോകുന്നതായതുകൊണ്ട് നമ്മൾ അതിനെ സന്തോഷത്തോടെ വാങ്ങുന്നു. പക്ഷെ അതുകൊണ്ട് കടലിൽ പോയി ആരും ചത്ത മീനിനെ പിറകിക്കൊണ്ട് വരത്തില്ല. എന്താണ് ആമി സ്തോത്രം? ആമി എല്ലാത്തിനും ശ്വാസം കൊടുക്കുന്ന ദൈവമാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിന്റെ ആമിശോധനകൾ, പരിശോധനകൾ, പരീക്ഷകളൊക്കെ നിനക്കുണ്ട്. സഹോദര, നിനക്ക് ഒരുപാട് പരീക്ഷകളുണ്ട്. നീ ഒരുപാട് പരീക്ഷകളെ അതിജീവിക്കുന്ന, ഒരുപാട് പ്രതിസന്ധികളെ നീ തരണം ചെയ്യുന്നവളാണ്. നിന്റെ കുടുംബത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിറയപ്പെട്ടതാണ്. അല്ലെങ്കിൽ പാഴ് ശൂന്യമായ അനുഭവത്തെ നീ കടന്നു പോവുകയാണ്. ദാരിദ്ര്യമോ നിന്റെ കുടുംബത്തിൽ, പട്ടിണിയല്ലേ, ദുരിതമല്ലേ, മക്കളെ എങ്ങനെ വളർത്തും, എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരും, എങ്ങനെ പഠിപ്പിക്കുന്നു ഒക്കെ ഓർത്ത് പാഴ് ശൂന്യമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സഹോദരനെ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് സകലത്തിന് ശ്വാസം കൊടുക്കുന്ന ദൈവത്തിലേക്ക് നീ വരണം. അല്ലെങ്കിൽ അതുകൊണ്ട് വചനം പറയുന്നത് ആമേ സ്തോത്രം, നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. അതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ ആത്മാവ് നിന്നിലേക്ക് വരുമ്പോൾ നിന്റെ പാഴ് ശൂന്യമായ അവസ്ഥയെ മാറ്റി ദൈവം പുതിയ സൃഷ്ടിയുടെ അനുഭവത്തെ തരും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ടാണ് 2 വായിക്കുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, നീ ഡെയിലി പണിയെടുക്കുന്നവനല്ലേ? ഇന്നത്തെ കാലം നോക്കണേ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞായറാഴ്ച പോലും സമയം വിശ്രമിക്കാതെ ഞായറാഴ്ച പോയി പണിയെടുക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ മാസം 30 ദിവസം പണിയെടുത്ത് ഇന്നത്തെ കാലഘട്ടത്തിൽ മേയ്ക്കാണ്ട് പോകുന്നതിന് പോലും 1000 രൂപ കൂലിയുണ്ട്. 1000 രൂപ കൂലി വെച്ച് പ്രതിമാസം 30,000 രൂപ വാങ്ങുന്ന നിന്റെ ജീവിതത്തിൽ എന്തുണ്ട് ബാലൻസ്? ഹല്ലേലൂയ. പ്രതിമാസം 30,000 രൂപ ശമ്പളം വാങ്ങുന്ന നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ? എല്ലാം ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ ഓരോ ദിവസവും നീ 1000 വെച്ച് വാങ്ങി നീ വീട്ടിലേക്ക് വരുമ്പോൾ നിന്റെ സമയം, വീട്, നിന്റെ കരം, നിന്റെ പോക്കറ്റ് വേഴിച്ച് ശൂന്യമായ അനുഭവമല്ലേ? വഴിയിൽ വെച്ച് ബീവറേജ് പിടിച്ചു വാങ്ങിയില്ലേ? കള്ള് ഷാപ്പുകാർ പിടിച്ചു വാങ്ങിയില്ലേ? വഴിയിൽ വെച്ച് അലരിയ സ്തോത്രം, കള്ള് ഷാപ്പുകാർ പിടിച്ചു വാങ്ങിയില്ലേ? ചൂതാട്ട കേന്ദ്രങ്ങൾ പിടിച്ചു വാങ്ങിയില്ലേ? നിന്റെ പണം മുഴുവൻ പിടിച്ചു വാങ്ങി നീ ഭൂരഹിതമായി നിന്റെ ശൂന്യമായിട്ടാണ് നീ വീട്ടിലേക്ക് വരുന്നത്. 30 ദിവസം അധ്വാനിച്ചിട്ട് നിനക്ക് എന്തുണ്ട്? നിനക്കൊന്നുമില്ല. കാരണം നിന്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടിട്ടില്ല, നീ മാനസാന്തരപ്പെട്ടിട്ടില്ല, ദൈവത്തിന്റെ ആത്മാവിൽ നീ നിയന്ത്രിക്കപ്പെടുന്നില്ല. നീ ഇന്ന് ലോക മനുഷ്യനാണ്, ജഡമനുഷ്യനാണ്, മനുഷ്യാത്മാവിൽ ജീവിക്കുന്നവനാ. നീ തകർന്നുകൊണ്ടേയിരിക്കും. നീ മടങ്ങി വരണം, രക്തം ചെയ്യും. ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുന്നു. ഞങ്ങളെപ്പോലെ സന്തോഷം ജീവിക്കാം. ഞങ്ങളൊന്നും വലിയ കോടീശ്വരന്മാരല്ല, ഞങ്ങൾക്കൊന്നും വലിയ വിദേശ പണമൊന്നും വരുന്നവരല്ല. ഞാനൊക്കെ 25 വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്നത്. ഞാൻ നാളെ പറഞ്ഞു, അല്ലെങ്കിൽ 25 വർഷമായി വാടക വീട്ടിൽ താമസിക്കുന്നത്. എന്റെ ചെറുപ്രായം തൊട്ടേ വഴിയോരത്ത് കടത്തിൻ്റെയിൽ കിടന്ന് വളർന്നവനാ. കടത്തിൻ്റെയിലും അല്ലെങ്കിൽ റബ്ബർ തോട്ടങ്ങളിലും പെരുവഴിയിലും റോഡ് സൈഡിലും ഒക്കെ കിടന്നാണ് ഞാൻ വളർന്നത്. ഏകദേശം 36 വയസ്സ് വരെ. അതിനിടയ്ക്ക് ചുരുക്ക സമയങ്ങളൊക്കെ വീട്ടിൽ കിടന്നിട്ടുള്ളൂ. കാരണം അന്ന് വീടും കൂടും ഒക്കെ ഉപേക്ഷിച്ച് നടക്കുക. എല്ലാം വഴിയോരങ്ങളാ, കടത്തിൻ്റെയിലാ, സ്കൂളിന്റെ തിണയിലൊക്കെയാ കിടന്ന് വളർന്നത്. വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് 25 വർഷമായി ഇന്നും വാടകയ്ക്കാണ്. എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ? ഞങ്ങളുടെ ജീവിതത്തിലെ ശൂന്യമായ അനുഭവത്തെ മാറ്റി, പണ്ടത്തെ ജീവിതം മാറ്റിയിട്ട് ഈ ശൂന്യമായ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ വെള്ളത്തിന്മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ആശ്വാസം തരുന്നത് കൊണ്ട് ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ ഞങ്ങൾ ജീവിക്കുകയാണ്. എന്നെ കാണുമ്പോൾ പലരും പറയും, പാസ്റ്റർക്ക് എന്താ വിഷയം, പാസ്റ്റർക്ക് എന്താ പ്രതിസന്ധി? പാസ്റ്റർ ഭയങ്കര പണക്കാരനാണ്. എൻ്റെ പ്രിയ സ്നേഹിതൻ, ഞാനൊരു പണക്കാരനുമല്ല, അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ എനിക്ക് സന്തോഷമാണ്. എന്താ? ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ പരിവർത്തിക്കുന്നു. ദൈവാത്മാവ് എൻ്റെ മേൽ പരിവർത്തിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ശൂന്യവും അനുഭവം മാറുന്നു. ഞാൻ പറയുന്നത്, നിങ്ങളെക്കാളൊക്കെ സാമ്പത്തികമായി ഞെരുക്കമുള്ളവൻ എൻ്റെ സ്വന്തം ഒരുപാട് ജീവിതം. ഇന്നിപ്പോ ഏകദേശം 59 വയസ്സ് കഴിഞ്ഞ് 59 വയസ്സിനകത്ത് ഒരുപാട് ശൂന്യ അനുഭവം വന്നിട്ടുണ്ട്. വിശ്വാസത്തിൽ കടന്നു വരുന്ന 2000-ൽ അതിനു മുമ്പുള്ള വർഷം മുഴുവൻ ശൂന്യമായിരുന്നു. വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോയിട്ടുണ്ട്, പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോയിട്ടുണ്ട്, വെല്ലുവിളികളെ നേരിട്ടിട്ടുണ്ട്. പലവിധമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അവിടെ എല്ലാം നിലനിർത്തുന്നത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവം. അല്ലെങ്കിൽ അതാണ് 104 സമയം നിന്റെ ശ്വാസം അയക്കുമ്പോൾ, ഞാൻ തകർന്നിരിക്കുമ്പോൾ, ഞാൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന സഹോദര സൗകര്യ, നീ ക്ഷീണിച്ചിരിക്കും, തകർന്നിരിക്കുമ്പോൾ, നിനക്ക് ജോലിയില്ലാതെ വരുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, നിനക്ക് വേണ്ടത് ഉയർച്ചയില്ലാതെ വരുമ്പോൾ, നിന്റെ മക്കളെ കുറിച്ച് ഓർക്കും, ഭർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, രോഗത്തെ കുറിച്ച് ഓർക്കും, കടക്കിനെ കുറിച്ച് ഓർക്കും, നിനക്കൊരു ഭവനമില്ലാത്ത അനുഭവം വരുമ്പോൾ, ഒരു തുണ്ട് ഭൂമിയില്ലാത്ത അനുഭവം വരുന്ന ഈ സാമ്പത്തികം ഞെരുങ്ങും, പട്ടിണി നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ, നിനക്ക് തകരുവാൻ അല്ലെങ്കിൽ ശത്രു പല വഴികളും ഒരുക്കുമ്പോൾ, അവിടെ നീ ചെയ്യേണ്ടത് എന്താണ്? ദൈവത്തിന്റെ ശ്വാസം നിന്നിലേക്ക് വരുവാൻ, ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലേക്ക് വരുവാൻ നീ യേശു വിട്ടുകൊടുക്കുമ്പോൾ, നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ശ്വാസം നിന്റെ ഉള്ളിൽ വരുമ്പോൾ നീ ഒരു പുതിയ അനുഭവത്തിലേക്ക് വരും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത ഒന്ന് മനസ്സിലാക്കണം.
പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിനെ, പരിവർത്തിച്ചതിനെ ഒരു പക്ഷി മുട്ടയിട്ട് അതിമേ സ്നേഹപൂർവ്വം അടയിരിക്കുന്നതിനോട് സാമ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. മക്കളെ, കോഴി മുട്ടയിട്ട് ആ കോഴിയുടെ മുട്ടകളെല്ലാം പെറുക്കി വെച്ച് പിന്നെ ആ കോഴിയെ മുട്ടയിട്ട് കഴിയുമ്പോൾ ആ തള്ളക്കോഴി എടുത്ത് ആ മുട്ടയെല്ലാം പിറക്കി വെച്ച് ആ കോഴിമുട്ടയുടെ മേൽ തള്ളക്കോഴി അടയിരുത്തുന്നത് പോലെ, അങ്ങനെ 21 ദിവസം അടയിരുന്ന് കഴിയുമ്പോൾ ആ കോഴി ആ മുട്ട വിരിച്ച് കുഞ്ഞുങ്ങളെ പുറത്തിറക്കുന്നത് പോലെ പാഴും ശൂന്യമായിരുന്ന ഭൂമി ആഴത്തിന്മേൽ ഇരുണ്ടായിരുന്ന ഈ ഭൂമിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതെ, ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അതിന്റെ ജീവൻ പരിശുദ്ധന്മാവനെ കൊടുത്തുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ വചനം പറയുന്ന സ്തോത്രം. ഹല്ലേലൂയ. ആ തള്ളക്കോഴിയുടെ ചൂട് ആ മുട്ടയ്ക്കുള്ളിലേക്ക് വരുമ്പോൾ ദ്രാവകത്തിൽ അല്ലെങ്കിൽ മനോഹരമായി ആ കുഞ്ഞ് സൃഷ്ടിക്കപ്പെടുന്നു. അതൊരു മാനുഷിക ബുദ്ധിക്ക് അതീതമാണ്. അപ്പം മുട്ടയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ വെള്ളദ്രാവകവും അതിൻ്റെ മറ്റെല്ലാം കൂടെ കൂടി ഒരു ചുമന്ന ദ്രാവകത്തിലേക്ക് അത് ജീവൻ പ്രാപിച്ച ജീവൻ അത് പിന്നെ ഒരു ശരീരമായി പിന്നെ അതിന് ചുണ്ട് വെച്ച് തൊക്ക് വെച്ച് തൂവല് വെച്ച് കൈ വെച്ച് കാല് വെച്ച് എന്ത് ചെയ്യുന്നു, കണ്ണ് വെച്ച് ചെവി വെച്ച് 21 ദിവസം കഴിയുമ്പോൾ ആ കുഞ്ഞിനെ പുറത്തേക്ക് കോഴിത്തള്ള വിരിച്ചിറക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ട് ഇന്ന് ഭൂമിയുടെ ഭൂരഹിതമായ പാഴ്ശൂന്യ അവസ്ഥയ്ക്ക് മാറ്റം കൊടുത്തതുപോലെ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നിന്റെ ജീവിതത്തിന്റെ പാഴ്ശൂന്യ അനുഭവത്തിൽ മാറ്റം വരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിന്മേൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കണം. രക്തം ചെയ്യും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വിഷയത്തിനെ പരിവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ സ്ഥിതി മാറി, നിന്റെ അടിമുടി മാറ്റം വരും. തകർന്നിരിക്കുകയാണോ, ക്ഷീണിച്ചിരിക്കുകയാണോ, നിരാശപ്പെട്ടിരിക്കുകയാണോ, സങ്കടപ്പെട്ടിരിക്കുകയാണോ, സാരമില്ല സഹോദര, സാരമില്ല സഹോദരി, എന്നെ പോലും ആനന്ദിച്ച് സന്തോഷിപ്പാൻ കഴിയുമോ? ഞാൻ ആത്മാവില ഇതൊക്കെ പറയുന്നത്. പരിശുദ്ധൻ നിങ്ങളോട് പറയുന്ന ദൂതാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ തളർച്ചയില്ല, ക്ഷീണമില്ല. ഞാൻ എൻ്റെ ജീവിതത്തെ ആത്മഹത്യക്ക് വിട്ടുകൊടുക്കത്തില്ല, ഞാൻ മരിക്കാൻ ഒരുങ്ങത്തില്ല. കാരണം ദൈവത്തിന്റെ ശ്വാസം എൻ്റെ മേൽ വരുമ്പോൾ ഞാൻ പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുകയാണ്. രക്തം ചെയ്യും. അത് ദൈവത്തിന്റെ ശ്വാസം നിന്റെ മേൽ വരണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ പാഴ്ശൂന്യ അനുഭവം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ നിലവിളിക്കും. ഹല്ലേലൂയ. നിലവിളി ഉയരും. അയൽവാസിയെ കുറ്റം പറയും, മറ്റുള്ളവനെ കുറ്റം പറയും. നിന്റെ അയൽവാസി ഉയർച്ച പ്രാപിക്കുന്ന നീ കുറ്റം പറയും. നിന്റെ ജീവിതത്തിൽ പാഴ്ശൂന്യ അനുഭവം വരുമ്പോൾ നീ മറ്റുള്ളവരെ കുറ്റം പറയാതെ ദൈവത്തിന്റെ ശ്വാസം നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് വരുവാൻ, നിന്റെ സഭ ശൂന്യമായി മാറുമ്പോൾ, പാഴ്ശൂന്യമായി മാറുമ്പോൾ, നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് പാഴ്ശൂന്യമായ അനുഭവം കടന്നു വരുമ്പോൾ ദൈവത്തിന് മുഴങ്കാലും മുടക്കി ഉപവസിച്ച് പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ ശ്വാസം ദൈവം അവിടെ അയക്കും. ദൈവത്തിന്റെ ശ്വാസത്തോടെ വരുമ്പോൾ അവർ സൃഷ്ടിക്കപ്പെടും. ഹല്ലേലൂയ. ഭൂമിയുടെ മുഖത്തെ പുതുക്കുമെന്ന് പറഞ്ഞതിന്റെ ഭവനത്തിന്റെ മുഖത്തെ, ഇതിന്റെ ജീവിതത്തിന്റെ മുഖത്തെ, ഇതിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെല്ലാം ദൈവം പുതുക്കിയെടുക്കും. രക്തം ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വസിച്ച് നോക്കുന്നേ. ദൈവത്തിന്റെ വചനം അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ മനുഷ്യബുദ്ധിക്ക് അതീതമാണ് ഒരു കോഴിക്കുഞ്ഞ് തന്നെ മുട്ട വിരിച്ചിറക്കുന്നത് പോലെ തന്നെ, അതുപോലെ തന്നെ പാഴായ അവസ്ഥയിൽ നിന്നും മഹത്തായ ഒന്നിനെ സൃഷ്ടിക്കുവാൻ കർത്താവിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിന്റെ പാഴ്ശൂന്യ അവസ്ഥയിൽ നിന്ന് മഹത്തായ ഒന്നിനെ സൃഷ്ടിക്കാൻ യേശുവിന് കഴിയും. കാരണം സൃഷ്ടാവ് യേശു മാത്രമാണ്. ഈ ഭൂമിയിലെ സൃഷ്ടാവ്, ലോകത്തിലെ ഏക സൃഷ്ടാവ്, ഈ കാണുന്നതിനെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവ് യേശു കർത്താവാണ്. അപ്പൊ നിന്റെ ജീവിതത്തിൽ പുതിയ സൃഷ്ടിയെ തരാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. സൃഷ്ടാവിനെ അറിയണം. സൃഷ്ടിയുടെ പിന്നാലെ അല്ല നീ പോകേണ്ടത്. ഇന്ന് ലോകം സൃഷ്ടികളുടെ പിന്നാലെ പോവുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ സൂത്രങ്ങൾ പണിയുക. സൂത്രത്തിന്റെ സൂത്രം, ചട്ടത്തിന്റെ ചട്ടം, സൂത്രമേ സൂത്രം എന്നവർക്ക് പറഞ്ഞ പോലെ മനുഷ്യൻ പല സൂത്രങ്ങളിലൂടെ ദൈവത്തെ കബളിപ്പിക്കുക. ആ മനുഷ്യൻ ദൈവത്തെ ഉണ്ടാക്കാൻ നോക്കുന്നു. ദൈവത്തെ ഉണ്ടാക്കി ജീവൻ കൊടുക്കാൻ ഒരുങ്ങുന്നു. മനുഷ്യൻ തന്നെ ദൈവങ്ങളായി മാറുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടികളുടെ പിന്നാലെ പോകുമ്പോൾ സൃഷ്ടികൾക്ക് ശ്വാസം അയക്കാൻ കഴിയത്തില്ല. സൃഷ്ടികൾ ശ്വാസം അയച്ചൊന്നും സൃഷ്ടിക്കപ്പെടുന്നില്ല. സൃഷ്ടികൾ ശ്വാസം വെച്ച് ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നില്ല. പിന്നെയോ സൃഷ്ടാവായ ദൈവം, ജീവനുള്ള ദൈവം യേശു കർത്താവ് തന്റെ ശ്വാസം അയക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ അയക്കുമ്പോൾ നിർജീവമായി കിടക്കുന്ന ഭൂമി, പാഴും ശൂന്യമായി കിടക്കുന്ന അവസ്ഥകൾ സൃഷ്ടിക്കപ്പെടും. നിന്റെ ജീവിതത്തിലെ എല്ലാ അവസ്ഥയ്ക്കും ദൈവം പുതുക്കം തരും. രക്തം ചെയ്യും. മടങ്ങി മാനസാന്തരപ്പെടാൻ
ദൈവത്തിലേക്ക് മടങ്ങി വാ. ഹല്ലേലൂയ. യേശു നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ബസ്സിനെ പരിശുദ്ധാത്മാവിനെ ആദ്യമായി ഉൽപ്പത്തി പുസ്തകം 1:2 കാണുന്നത്. പരിശുദ്ധന്മാരെ കുറിച്ച് ചില പരിശുദ്ധന്മാവ് ഇല്ലെന്നൊക്കെ പറയല്ലേ. പരിശുദ്ധന്മാരെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധന്മാരെ കുറിച്ച് ഉൽപ്പത്തി 1:2 പറയുന്നു. കാരണം ഭൂമി പാഴി ശൂന്യമായി ആഴത്തിന് ഇരുളുണ്ടായിരുന്ന ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ അവിടെ തന്നെ പറയുക. അല്ലേ ഇന്നും ചില ദൈവ പരിശുദ്ധാത്മാവുണ്ടോ? അല്ലേലൂയ. എന്ന് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങൾ വേദപുസ്തകം വായിക്കും. നിങ്ങളുടെ വിട്ടുതരവ് വിളിച്ചു പറയരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 1:2 തന്നെ പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം അതിൽ പറയുന്ന അതേ പരിശുദ്ധാത്മാവ് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് പുസ്തകം 22:17 വരുമ്പോൾ കാണുന്നുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നു, വരികയെന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരികയെന്ന് പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി നിൽക്കട്ടെ. ഇവിടെ നിങ്ങൾ പരിശുദ്ധമായി വിളിക്കുക. വെളിപ്പാട് പുസ്തകം 22:17 വിളിക്കുക എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിന്റെ സ്വാഗത സന്ദേശം ഇവിടെ ഒടുവിലായി മുഴങ്ങുകയാണ്. വരികയെന്നാക്കുവാനും ആത്മാവും മണവാട്ടിയും എക്കാലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്നവരും അത് ഏറ്റു പറയുകയാണ്. ഒരിക്കൽ ഈ ശബ്ദം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചവരെല്ലാം അത് ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. യോഹന്നാൻ തന്റെ ശുശ്രൂഷയ്ക്ക് പോന്നവൻ തന്റെ ശുശ്രൂഷ ചെയ്തവനാണ്. ഇവിടെ അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ വിളിക്കുക. വെള്ളത്തിനെ പരിവർത്തിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകം 22:17 വരുമ്പോൾ നമ്മൾ വിളിക്കുക, വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്ന സഹോദര സൗരി, പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുക. നീ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ ജീവിതത്തിന് പാഴി ശൂന്യം അനുഭവമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ പാഴി ശൂന്യ അനുഭവമാണോ? അതിനെ മാറ്റി ജീവൻ തരാൻ ദൈവത്തിന്റെ ശ്വാസം നിന്റെ മേൽ അയക്കുവാൻ നീ പുതിയതായി സൃഷ്ടിക്കപ്പെടുക. നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയും ഭൂമിയുടെ മുഖത്തെ പുതുക്കും. നിന്റെ എല്ലാ അവസ്ഥയും മാറ്റാൻ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കഷ്ടത്തിനായി കടന്നു പോകുന്ന എന്നോടൊപ്പം ചേർന്ന് വർത്താവി. ഇതുവരെ ഞാൻ മനുഷ്യനാണ്, മനുഷ്യനെ ജഡത്തിലാണ് ജീവിച്ചത്. എന്നിട്ട് ആത്മാവിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പരിശുദ്ധാത്മാവിനെ പകർന്ന് എന്റെ മേൽ പകർന്ന ശ്വാസനെ പകർന്ന് എന്റെ പാഴി ശൂന്യ അനുഭവത്തിൽ എനിക്ക് പ്രത്യാശയുടെ ജീവിപ്പാണ് കൃപ നൽകണമെന്ന് പറഞ്ഞതിനോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ 800 കോടി ജനം, ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്ന രാജ്യക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളുടെ ദ്വീപുകളെ, ആദിവാസി മേഖല, ട്രൈബൽ മേഖല, ദ്വീപവാസികളെ, കടലോരവാസികളെ, കർത്താവ് സോദരം ആഴക്കടലിൽ പണിയെടുക്കുന്നവർക്കായി ചേർത്ത് വരുന്ന എന്റെ വ്യാപാര വ്യവസായികളെ, വഴിയോര കച്ചവടക്കാരെ, കരികളിൽ, കമ്പനി, ഫാക്ടറി, ജോലി, അതിർത്തികൾ കാക്കുന്ന സൈന്യത്തിനായി കരസേന, വ്യോമസേന, നാവികസേന, പോലീസ്, റിസർച്ചുകൾ, ക്രമ സമാധാന പാലക, നിയമനിർമ്മാണ രംഗത്തിൽ സ്പോർട്സുകൾക്കായി, ഫുട്ബോൾസുകൾക്കായി പ്രാർത്ഥിക്കുന്ന കാര്യമായി സഹകരണ മേഖല, പൊതുമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിൽ എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, മീഡിയ, സയൻസ്, എഞ്ചിനീയർമാർ, അല്ലെങ്കിൽ ഭരണനിഷ്ഠ പാർട്ടികൾക്ക് പ്രാർത്ഥിക്കും. നിരീശ്വരവാദ യുക്തിവാദികൾ, ദൈവമില്ലെന്ന് പറയുന്ന മൂടന്മാർ, തീവ്രവാദികളും ഭീകരവാദികളും മാവോയിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ കർത്താവ് കഷ്ടതയുടെ, രോഗത്തിന്റെ, മഹാവ്യാധിയുടെ, ദാരിദ്ര്യത്തിന്റെ, ജോലിയില്ലാതെ, സാമ്പത്തിക ഞെരുക്കത്തിന്റെ, ഭവനമില്ലാതെ ഭൂമിയുടെ ജോലി നഷ്ടപ്പെട്ട് കർത്താവ് വിദേശ മക്കളെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ട് ജന്മന വൈകിട്ടുള്ള കർത്താവ് ഇത് ആശ്ചര്യപ്പെട്ട് സർവ്വയ്ക്ക് വിധേയപ്പെട്ട് കിടക്കുന്ന സകല ജനത്തെയും പാടത്തും പറമ്പിലും കോറിയിലും കല്ലോടും മണ്ണിലും ധരിയോടും മല്ലടിക്കുന്നവർ അല്ലേലൂയ. കർത്താവ് കരയിലും കടലും ആകാശമാർക്കും വാഹനം നിർമ്മിതി സൈൻസ് ചെയ്തവർക്കായി കർത്താവ് ഞങ്ങൾ സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ബാലികൗമാരി യുവനത്തിൽ വൃത്തരസന യാചകർ, ഓർഫനേജോട് തടവറയിലായിരിക്കും സകല ജനത്തിനുമായി വിദേശരാജ്യം കട്ടസൈന്യം ഘട്ടസൈന്യം, ജോലി നഷ്ടപ്പെടും, വിസയ്ക്ക് വേണ്ടി, പാസ്പോർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ അല്ലേലൂയ. വിദേശ ജയിലിൽ കിടക്കുന്നു, വിദേശ പീഡനങ്ങൾ സൗകര്യമാണ് കർത്താവ് ഞങ്ങൾ പഠിച്ചു നിൽക്കുന്ന കുഞ്ഞുങ്ങൾ നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, കർത്താവ് പുതിയ കർത്താവ് സ്തോത്ര ഭാവിക്ക് ആഗ്രഹം, കുടുംബജീവിതം തകർന്നവർ, കുടുംബജീവിതം ചിന്ന ഭിന്നമായി വിവാഹപ്രയത്തിന് സൗകര്യമാർ, തലമുറയില്ലാതെ ഭാരപ്പെട്ട ഡിവോഴ്സ് കേസുമായി കോടതിയിൽ കെട്ടിക്കിടന്ന കേസുകളുടെ മേലൊക്കെ ക്രിമിനൽ കേസ് ഏർപ്പെട്ട് കിടക്കുന്ന വിവിധ സാഹചര്യങ്ങൾ കടന്നു പോകുന്ന കുടുംബത്തിന്റെ ദാരിദ്ര്യങ്ങൾ കർത്താവ് പാടി ശൂന്യമായ സകല അനുഭവത്തിലും മനുഷ്യൻ സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ ശ്വാസം അയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഭൂമിയുടെ മുഖത്തെ പുതുക്കും 130 ഭാഗ്യം വായിക്കുന്ന പോലെ ഈ ജനം മടങ്ങി വരട്ടെ. വെള്ളത്തിന്റെ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധമാവും സകല വിഷയത്തിന് വീരും പ്രവർത്തിച്ച് കർത്താവ് ഈ ജനത്തിന്റെ ജീവിതത്തിന് മാറ്റം കൊടുക്കണമേ.
കഷ്ടതയുടെ നീർച്ചാലുകൾ നീന്തി കർത്താവെ പലരും തകർന്ന തരിപ്പണമായി പലരും ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മടങ്ങിയുടെ മദ്യപാനികൾ മയക്കുമരുന്ന് അടിമകളായ മാളുകൾ മാനസാന്തരപ്പെടണം മദ്യരൂപികളെ മയക്കുരൂപികളെ ദൈവസാന്ത എല്ലാ അനാശ്വാസം എല്ലാ ചൂതാട്ട ചെടിക്ക് വ്യഭിചാര കേന്ദ്രങ്ങളെ ദൈവം സന്ദർശിപ്പാൻ കർത്താവിയർക്ക് മാനസാന്തരം കൊടുക്കണമായി മനുഷ്യനെ അശുദ്ധനമാക്കുന്ന മനുഷ്യനെ നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന സകല സാത്താന്റെ പ്രവൃത്തിയിൽ നിന്നും ജനം മടങ്ങിവരനായി കാത്തി ലോക രക്ഷിതാവ് ലോക രാജാവ് യേശുക്രിസ്തു മാത്രമാണ് അവന്റെ ശ്വാസം ഈ ജനം പ്രാപിച്ചുകൊണ്ട് കർത്താവ് ജനം പുതിയ അനുഭവത്തേക്ക് വരുവാൻ ഈ ജനത്തിന്റെ ജീവിതത്തെ ഒരുക്കണമേ തലമുറകളെ സൂക്ഷിക്കണം സ്കൂൾ കോളേജ് ക്യാമ്പസ് കലാലയങ്ങളിൽ ആമി സാത്താനിശ്യത്തെ പ്രയോജന തലമുറയെ നശിപ്പിക്കുന്ന എല്ലാ സാത്താനിശ്യത്തിലും നീക്കി കർത്താവിനയുടെ യുവതി യുവാക്കന്മാർ തലമുറകളെ കർത്താവ് ദൈവത്തിന്റെ ആത്മാവിനെ അയച്ച് അവരുടെ ജീവിതം ആത്മാവിശ്വത്തിൽ ജീവിപ്പാൻ പരിശുദ്ധമാവിനെ ആളുകൾ ജീവിപ്പാൻ സകല കുടുംബങ്ങൾ ഒരുക്കണമേ കർത്താവ് കഷ്ടത ധരിച്ചുള്ളിൽ കടന്നു പോകുന്നവർക്കെല്ലാം ഇവരുടെ ദൈവദാസിദാസന്മാർ ദൈവനാമയുടെ കുടുംബങ്ങൾ തലമുറ ചെയ്തിരിക്കുന്ന ദൈവദാസന്മാർ കഷ്ടസഹി ദൈവദാസന്മാർ ഉപദ്രവിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കളെ അവിടെ സൂക്ഷിക്കും പരിപാലിക്കുകയും ചെയ്യണമേ സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.